നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷങ്ങളുമായി ഷാജി കടക്കൽ. ഇന്ന് നവംബർ 17 ഞായർ 2024. വാർത്തകളിലേക്ക്. അഴിമതിരഹിതവും കാര്യക്ഷമമായ ഭരണ സംവിധാനത്തിന് ലോകായുക്ത കരുത്തു പകർന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിജിലൻസ് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും അഴിമതിക്കാർക്കെതിരായി വിട്ടുവീഴ്ചയില്ലാതെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഗതിവേഗം നൽകാൻ ലോകായുക്തയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ ബാങ്കറ്റ് ഹാളിൽ നടന്ന ലോകായുക്ത ദിനാചരണ ചടങ്ങ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട് ദുരിതാശ്വാസം വൈകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ ന്യായീകരിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാന സർക്കാർ കയ്യിലുള്ള ഫണ്ട് ചിലവഴിക്കാൻ തയ്യാറാകില്ലെന്ന് കുറ്റപ്പെടുത്തിയ ഗവർണർ കൃത്യമായ കണക്കുകൾ കേന്ദ്രത്തെ ബോധിപ്പിച്ചാൽ ഫണ്ട് കിട്ടുമെന്നും പറഞ്ഞു. ഫണ്ട് സംബന്ധിച്ച സംസ്ഥാനത്തിന്റെ വാദങ്ങൾ ശരിയല്ലെന്നും വയനാട്ടിലെ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കാണ് മറ്റാരേക്കാളും തനിക്ക് വിശ്വാസമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രധാനമന്ത്രി അതിരൂക്ഷമായി വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി അംഗം M. സ്വരാജ്. പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് വന്നത് മൃതശരീരം കണ്ട് ആസ്വദിക്കാനാണെന്നും ഗുജറാത്ത് കൂട്ടക്കൊലയുടെ ഭൂതകാല സ്മരണ എന്നോണമാണ് സന്ദർശനം നടത്തിയെന്നും സ്വരാജ് വിമർശിച്ചു. മനസാക്ഷി തൊട്ട് തീണ്ടാത്ത പ്രധാനമന്ത്രി കേരളത്തെ വഞ്ചിച്ചുവെന്ന് കുറ്റപ്പെടുത്തിയ സ്വരാജ് പ്രധാനമന്ത്രി മനുഷ്യനെന്ന പദത്തിന് അർഹനല്ലാത്ത വ്യക്തിയാണെന്നും പറഞ്ഞു. ശബരിമലയിൽ വനംവകുപ്പിന്റെ എതിർപ്പ് ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം ഭൂമി നൽകുകയും സർക്കാർ റോപ്പ് വേ പദ്ധതിയുമായി മുന്നോട്ട്. ശബരിമലയിൽ ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകുന്നുള്ള നിർണായക ഉത്തരവും സർക്കാർ പുറത്തിറക്കി. റവന്യൂ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംസ്ഥാന വനം വകുപ്പിന്റെ പേരിൽ പോക്കുവരവ് ചെയ്ത് നൽകുന്നതിനായി കൈമാറിക്കൊണ്ടാണ് സർക്കാർ ഉത്തരവ് ഇറക്കിയത്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ പരിഹസിച്ച് K. സുരേന്ദ്രൻ. ജൂനിയർ മാൻഡ്രക് സിനിമയുമായി സന്ദീപിനെ താരതമ്യം ചെയ്തായിരുന്നു സുരേന്ദ്രന്റെ പരിഹാസം. വോട്ടെണ്ണ ദിവസമായി 21 കഴിഞ്ഞും സന്ദീപിനെ അവിടെ തന്നെ നിർത്തണമെന്നും തിരിച്ചയക്കരുതെന്നുമായിരുന്നു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെക്കുറിച്ച് സുരേന്ദ്രന്റെ പരിഹാസം. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതിൽ സന്തോഷമെന്ന് പാലക്കാട് BJP സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണകുമാർ. സന്ദീപ് പോയതിൽ BJPക്ക് ഒരു ക്ഷീണവുമില്ലെന്നും തലയ്ക്ക് അഹങ്കാരം പിടിച്ചു പോയവനെ പ്രവർത്തകർ ഉൾക്കൊള്ളില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. സന്ദീപ് വാര്യർക്ക് ഇനി വിശാലമായി മുന്നോട്ട് പോകാമെന്നും അദ്ദേഹം എടുത്തത് ശരിയായ തീരുമാനമെന്നും കോൺഗ്രസിന് ഇനി നല്ല കാലമാണെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. സന്ദീപ് വാര്യർക്ക് പിന്നാലെ കൂടുതൽ BJPക്കാർ കോൺഗ്രസിലേക്ക് ഒഴുകുമെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപ് വാര്യർ മതേതരത്തിന്റെ വഴിയിൽ വന്നത് സ്വാഗതം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ ഇന്ന് പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെയും യൂത്ത് ലീഗ് അധ്യക്ഷൻ മുനവർ അലി തങ്ങളെയും കാണും. സന്ദീപ് വാര്യരെ മുനവർ അലി ശിഹാബ് തങ്ങൾ ഫേസ്ബുക്കിലൂടെ സ്വാഗതം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സന്ദീപിനെ പാണക്കാടേക്ക് ക്ഷണിച്ചത്. പാർട്ടി വിട്ട BJP നേതാവ് സന്ദീപ് വാര്യരെ പരിഹസിച്ച് BJP സാമൂഹ്യ മാധ്യമമായ Xൽ BJP കേരളം എന്ന പേരുള്ള പേജിലാണ് സന്ദീപ് വാര്യരെ പരിഹസിച്ചുള്ള വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. സ്നേഹത്തിന്റെ കടയിലെ പഞ്ചാര എന്ന ക്യാപ്ഷനാണ് വീഡിയോ. കോൺഗ്രസ് സമ്മേളനത്തിൽ സന്ദീപ് വാര്യർ അഭിസംബോധന ചെയ്യുന്ന വീഡിയോ ആണിത്. മുതിർന്ന CPM നേതാവ് P. ജയരാജൻ വധശ്രമ കേസിലെ പ്രതികളായ RSS പ്രവർത്തകരെ കുറ്റവിമുക്തരാക്കിയ ജഡ്ജിയെ കേരള റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ചെയർപേഴ്സണായി സംസ്ഥാന സർക്കാർ നിയമിച്ചു. കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് P. സോമരാജനെയാണ് സംസ്ഥാന സർക്കാർ കേരള റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ചെയർപേഴ്സണായി നിയമിച്ചത്. ഹൈക്കോടതി നൽകിയ പാനലിൽ നിന്നാണ് ജസ്റ്റിസ് സോമരാജനെ തിരഞ്ഞെടുത്തത്. 61 വർഷമായി കോൺഗ്രസ് ഭരിക്കുന്ന കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് പിടിച്ചെടുത്ത ജനാധിപത്യ സംരക്ഷണ സമിതി CPM പിന്തുണയോടെ മത്സരിച്ച കോൺഗ്രസ് വിമതരാണ് ബാങ്ക് ഭരണം പിടിച്ചെടുത്തത്. GC പ്രസാദ് കുമാർ ചെയർമാനായി തുടരും. 11 സീറ്റിലേക്കായിരുന്നു മത്സരം. വിജയിച്ചവരിൽ 7 പേർ കോൺഗ്രസ് വിമതരും 4 പേർ CPM പ്രവർത്തകരുമാണ്. കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഇന്നലെ രാവിലെ 8 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങിയതിന് പിന്നാലെ കോൺഗ്രസും CPM പിന്തുണയുള്ള കോൺഗ്രസ് വിമതരും തമ്മിൽ കള്ളവോട്ട് സംബന്ധിച്ച ആരോപണ പ്രത്യാരോപണങ്ങൾ തുടങ്ങിയിരുന്നു. ഔദ്യോഗിക പാനലിൽ വോട്ട് ചെയ്യാൻ എത്തുന്നവരെ വിമത വിഭാഗം തടയുകയും ഭീഷണിപ്പെടുത്തുകയും തിരിച്ചയക്കുകയും ചെയ്തുവെന്നായിരുന്നു ആരോപണം. പിന്നാലെ ഉണ്ടായ സംഘർഷം തെരുവുയുദ്ധമായി മാറി. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്തെ റോഡിൽ വെച്ചാണ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. കോഴിക്കോട് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. DCC പ്രസിഡന്റ് പ്രവീൺ, MK രാഘവൻ MP എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ബാങ്ക് തെരഞ്ഞെടുപ്പിലുണ്ടായ CPM അതിക്രമത്തിലും പോലീസ് നിഷ്ക്രിയത്തിലും പ്രതിഷേധിച്ചാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്ന് UDF അറിയിച്ചു. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നടന്ന സംഘർഷത്തിന് പിന്നാലെ ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. കോൺഗ്രസിലെ വ്യാപാരികൾ ഹർത്താലുമായി സഹകരിക്കില്ലെന്നും തങ്ങളുടെ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി വ്യക്തമാക്കി. ഹർത്താലിൽ നിന്ന് കോൺഗ്രസ് പിന്മാറണമെന്നും അവർ ആവശ്യപ്പെട്ടു. ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികൾക്ക് പരീക്ഷകൾക്ക് അധിക സമയം അനുവദിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. SLC, +2 പരീക്ഷകൾക്ക് മണിക്കൂറിന് 20 മിനിറ്റ് അധിക സമയം സംസ്ഥാന സർക്കാർ കൂടുതൽ അനുവദിച്ചിരിക്കുന്ന മാതൃകയിൽ CBSE സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി സമയം അധികമായി അനുവദിക്കണമെന്ന ആവശ്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ CBSEയിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത 18 കേസിൽ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ മറ്റ്
8 കേസിലെ പ്രതികളുടെ പേര് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. സംവിധായകൻ രഞ്ജിത്തിന്റെ ബംഗാളി നടിയുടെ പരാതിയിലുള്ള ലൈംഗികാതിക്രമ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ച സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കൊച്ചിയിൽ വിളിച്ചു വരുത്തിയ ശേഷം അപമര്യാദയും പെരുമാറിയെന്നാണ് കേസ്. 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് അന്തിമ റിപ്പോർട്ടിൽ ഉള്ളത്. മണ്ഡലകാലത്ത് വിപുലമായ സംവിധാനങ്ങൾ ആരോഗ്യവകുപ്പ് സജ്ജമാക്കി വരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാരെ കൂടാതെ വിദഗ്ധ സന്നദ്ധ ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ഉറപ്പാക്കിയിട്ടുമുണ്ട്. എല്ലാ പ്രധാന ശബരിമല പാതകളിലും ആരോഗ്യവകുപ്പിന്റെ സേവനം ലഭ്യമാണ്. എല്ലാവരും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുറുവ സംഘത്തിലെന്ന് കരുതുന്ന പ്രതി പിടിയിൽ. എറണാകുളം കുണ്ടന്നൂർ ഭാഗത്തു നിന്നാണ് തമിഴ്നാട് സ്വദേശിയായ സന്തോഷിനെ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ആലപ്പുഴയിലേക്ക് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകും വഴി കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോവുകയായിരുന്നു ഇയാൾ. കുണ്ടന്നൂർ നഗരത്തിൽ 4 മണിക്കൂർ നീണ്ട തെരച്ചിലിലാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. പോലീസ് ജീപ്പിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ചെരുവുള്ള പ്രദേശത്ത് നിന്ന് താഴേക്ക് ചാടുകയും അവിടെ ഒരു പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുകയുമായിരുന്നു. നേരത്തെ തമിഴ് നാടോടി സ്ത്രീകളോടൊപ്പം പ്രതി ഒളിച്ചു കഴിയുമ്പോഴാണ് പ്രതിയെ പിടികൂടിയത്. മണ്ണിൽ കുഴികുത്തി ഷീറ്റ് കൊണ്ടാണ് മൂടിയാണ് ഒളിച്ചിരുന്നതെന്നും ഇയാളുടെ കൈവശം ആയുധങ്ങളുണ്ടായിരുന്നുവെന്നും DSP പറഞ്ഞു. പിടികൂടിയ ശേഷം ജീപ്പിൽ കയറ്റുമ്പോൾ സ്ത്രീകളെത്തി പോലീസിനെ തടയുകയായിരുന്നു. ജീപ്പിന്റെ വാതിൽ തുറന്നതും പ്രതി ചതുപ്പിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ കയ്യിൽ വിലങ്ങുണ്ടായിരുന്നാൽ അധിക ദൂരം പോകാനും സാധിച്ചിരുന്നില്ല. കിളിമാനൂർ കാരേറ്റ് 10 വയസ്സിനെ കഴുത്തറുത്ത് വന്ന കേസിൽ അയൽവാസി സുനിൽകുമാറിനെ അറസ്റ്റ് ചെയ്ത് കിളിമാനൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. മദ്യപിച്ച് ബഹളം വെച്ചതിന് ചോദ്യത്തിന് ഇന്നലെ രാത്രിയാണ് സുനിൽകുമാർ നായർ അയൽവാസിയായ ബാബുരാജിനെ കഴുത്തറുത്ത് കൊന്നത്. സുനിൽകുമാറിന്റെ അറസ്റ്റ് കിളിമാനൂർ പോലീസ് രേഖപ്പെടുത്തി. പ്രതിയെ ഉടനെ കോടതിയിൽ ഹാജരാക്കും. പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ ആത്മഹത്യ കാരണം വിദ്യാർത്ഥിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന് സൂചന. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പത്തനംതിട്ട പോലീസ് തിങ്കളാഴ്ച സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തും. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് എറണാകുളം മുളന്തുരുത്തി പെരുമ്പള്ളിയിൽ വീടിന് തീപിടിച്ചു. ഒരാൾ മരിച്ചു. ചിറക്കൽ സ്വദേശി അനിൽകുമാറാണ് മരിച്ചത്. ഗുരുതരമായ പരിക്കുകളുടെ അനിൽകുമാറിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീട് ഭാഗ്യമായും കത്തി നശിക്കുകയും ചെയ്തു. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യത്തെക്കുറിച്ച് പ്രസ്താവന പാടില്ലെന്ന് തമിഴ്നാട്ടിലെ BJP നേതാക്കളെ വിലക്കി കേന്ദ്ര നേതൃത്വം. തീരുമാനം ഉചിതമായ സമയത്ത് കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുമെന്നാണ് അറിയിപ്പ്. ഇക്കാര്യം കാണിച്ച് തമിഴ്നാടിന്റെ ചുമതലയുള്ള BJP നേതാവ് സുധാകർ റെഡ്ഡി നേതാക്കൾക്ക് വീഡിയോ സന്ദേശം അയച്ചു. തെലുങ്കർക്കെതിരെ അപകീർത്തി പരാമർശത്തെ തുടർന്ന് നടി കസ്തൂരി അറസ്റ്റിൽ. ഹൈദരാബാദിൽ നിന്നാണ് ഒളിവിലായിരുന്ന നടിയെ അറസ്റ്റ് ചെയ്തത്. കച്ചിബൗളിയിൽ ഒരു നിർമ്മാതാവിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയായിരുന്നു കസ്തൂരി. തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി തള്ളിയിരുന്നു. മണിപ്പൂർ ആസാം അതിർത്തിയിൽ ഒരു കൈക്കുഞ്ഞുൾപ്പെടെ 2 കുട്ടികളെയും ഒരു സ്ത്രീയെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇംഫാൽ താഴ്വരയിൽ അക്രമ സംഭവങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ മണിപ്പൂരിലെ 7 ജില്ലയിലെ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി സർക്കാർ. ചാണ്ടിഘട്ടിൽ 5 മാവോയിസ്റ്റുകളെ BSFന്റെയും ATSന്റെയും സംയുക്ത സംഘം വധിച്ചതായി വിവരങ്ങൾ. അക്രമാസക്തനായ വിദ്യാർത്ഥിയുടെ കുത്തേറ്റ് ചൈനയിൽ 8 പേർ കൊല്ലപ്പെടുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചൈനയിലെ കിഴക്കൻ നഗരമായ വുക്സിയിൽ ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണശാലയ്ക്ക് നേരെ ഇസ്രായേലിന്റെ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ. ഇലോൺ മസ്കിന്റെ റോക്കറ്റ് നിർമ്മാണ കമ്പനിയായ സ്പേസ് എക്സ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISROയുമായി കരാർ ഒപ്പിട്ടതായി റിപ്പോർട്ടുകൾ. GSAT-20 വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള കരാറാണ് സ്പേസ് എക്സ് സ്വന്തമാക്കിയത്. സ്പേസ് എക്സിന്റെ ഫാൾക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച് അടുത്ത ആഴ്ച ആദ്യം വിക്ഷേപണം നടക്കും. ബേസൽ ജോസഫ്, നസ്രിയ നസീം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി MC സംവിധാനം ചെയ്യുന്ന സൂക്ഷ്മദർശന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.